ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഷെക്കേന അമേരിക്കാസ് ഒരുക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ടീം ഷെക്കേനയുടെ അമേരിക്കയിൽ ന്യൂയോർക്കിലുള്ള സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ വചന ശുശ്രൂഷ നൽകപ്പെടുന്നത്. കർത്താവിൻ്റെ അനന്തമായ സ്നേഹവും അവിടുത്തെ മാറ്റമില്ലാത്ത വിശ്വസ്തതയും എത്ര അത്ഭുതകരമാണ്. സാധാരണക്കാരായ നിസാരരായ ജീവിതങ്ങളിലൂടെ തൻ്റെ രാജ്യത്തിൻ്റെ വിശാലതയ്ക്കും തൻ്റെ സഭയുടെ നന്മയ്ക്കും ലോകസുവിശേഷവൽക്കരണത്തിനുമായി കർത്താവ് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അറിയാതെ ഹൃദയവും കണ്ണും നിറഞ്ഞു പോവുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഇതിൻ്റെ ടെക്നിക്കലും ഇതുമായി ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും സാധാരണക്കാരായ മനുഷ്യരാണ്. പലരും അവരുടെ ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റിട്ടയർഡായിട്ടുള്ള വ്യക്തികൾ. പക്ഷെ അവരുടെ സമയവും കഴിവും എഫർട്ടെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സുവിശേഷവൽക്കരണത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, സങ്കീർത്തന വചനം 3-ാം സങ്കീർത്തനം 8-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, വിമോചനം കർത്താവിൽ നിന്നാണ്. കർത്താവാണ് നമ്മുടെ വിമോചനം. ജീസസ് ഈസ് ദ ലിബറേറ്റർ. യേശുവാണ് നമ്മളെ വിമോചിപ്പിക്കുന്നവൻ. സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ആ ദൈവിക സത്യം നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ഈ വചനത്തിൻ്റെ ക്രമ സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, നമ്മുടെ തലമുറയിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം കർത്താവിൻ്റെ വിമോചനത്തിൻ്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് എവിടെയും കർത്താവിനെ ഉയർത്തുവാനും സാക്ഷ്യം നൽകുവാനുള്ള ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് എല്ലാ ആത്മീയ ശുശ്രൂഷകളുടെയും സോഴ്സ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മ നിറവനായി, ആത്മശക്തിക്കായി, ആത്മാവിൻ്റെ അഭിഷേകത്തിനായി നമ്മൾ ഒന്നിച്ച് അല്പസമയ കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ എല്ലാ ഭാരങ്ങളെയും, ജീവിതത്തിലെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, മക്കൾ, തലമുറകൾ, തൊഴിൽ മേഖലകൾ, വരുമാന വഴികൾ, ആദായ മാർഗങ്ങളെല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അതിന്മേലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകം പെയ്തിറങ്ങുവാൻ നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നടത്തുന്ന വഴികൾക്കായി നന്ദി, പരിപാലനയ്ക്കായി നന്ദി, വിശ്വസ്തതയ്ക്കായി നന്ദി. ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള ഈ ശുശ്രൂഷ ഏകദേശം 33ഓളം ശുശ്രൂഷകൾ ഇതിൽ പരം നടത്തുവാൻ കർത്താവിനെ സഹായിച്ചു. നീ നടത്തിയ വഴികൾക്കായി നന്ദി കർത്താവേ. നിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദി, സ്നേഹത്തിനായി നന്ദി, കാരുണ്യത്തിനായി നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദി. അവരെല്ലാം ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇത് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും ദൈവകൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, ജീസസ്, ജീസസ്. നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. പരിശുദ്ധ അമ്മേ, വചനത്തിൻ്റെ അമ്മേ, സഭയുടെ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും ടീം ഷെക്കേനയെ സമർപ്പിക്കുകയാണ്. ഔസേ പിതാവേ, സകല വിശുദ്ധരെ മലാക്കന്മാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദിനംതോറും നമ്മളെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയോടെ നമുക്ക് നന്ദിയുള്ളവരാകാം. പരിശുദ്ധ വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമുക്കായി നൽകുന്ന ആലോചന,
ദൈവപരിപാലന ആർക്കുള്ളതാണ്? ആർക്കുള്ളതാണ് ദൈവത്തിൻ്റെ പരിപാലന? ഇന്ന് ഒത്തിരിയേറെ ജീവിതങ്ങൾ അസ്വസ്ഥരാണ്. ജീവിത വ്യഗ്രത മൂലം വിഷമിക്കുന്ന പതിനായിരങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. മക്കളെ ഓർത്തുള്ള വേദനകൾ, കുടുംബത്തെ ഓർത്തുള്ള നൊമ്പരങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, വിട്ടുമാറാത്ത രോഗപീഠകൾ, മാനസികമായ പിരിമുറുക്കങ്ങൾ, ജോലിയിലുള്ള സ്ട്രെസ്സ്, ഒത്തിരിയേറെ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അനേകർ അസ്വസ്ഥരാണ്. അനേക മനുഷ്യ മനസ്സുകൾ കലുഷിതമാണ്. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നൊരു സത്യമുണ്ട്. അന്ത്യകാലത്തിൻ്റെ 3 കെണികളിൽ പ്രധാനമായും ഈശോ പറയുന്നത് ജീവിതത്തിൻ്റെ വ്യഗ്രതയെക്കുറിച്ചാണ്. ജീവിതത്തിൻ്റെ വ്യഗ്രത. ഇന്ന് അനേകരുടെ ഒരു അടിസ്ഥാന പ്രശ്നം ജീവിത വ്യഗ്രതയാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്ന് ഈ മെസ്സേജ് നമുക്കായി നൽകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ദൈവപരിപാലന ആർക്കുള്ളതാണ്? കർത്താവിൻ്റെ പരിപാലനയിലുള്ള വിശ്വാസക്കുറവാണ് നമ്മുടെ വ്യഗ്രതകളുടെയും ആകുലതകളുടെയും അടിസ്ഥാന കാരണം. ഏത് സാഹചര്യത്തിലും എന്നെ കരുതുവാൻ, എൻ്റെ കുടുംബത്തെ പോറ്റുവാൻ, എൻ്റെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളെ നടത്തുവാൻ എൻ്റെ കർത്താവ് ശക്തനും അതിയായവനുമാണെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ആകുലതകൾക്കും ഉത്കണ്ഠകൾക്കും യാതൊരു സ്ഥാനവുമില്ല. ദൈവത്തിൻ്റെ പരിപാലനയിൽ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് നമ്മോടാണ് കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നത്. കർത്താവിൻ്റെ പ്രൊവിഡൻസിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ശുശ്രൂഷയുടെ പേര് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഹൃദയം നുറുങ്ങി നമ്മൾ പ്രാർത്ഥിക്കേണ്ട നാളുകളാണിത്. ലുക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വചനത്തിൽ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, "O Lord, increase our faith." കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അവരെന്ത് വർദ്ധിക്കുവാനാണ് പ്രാർത്ഥിച്ചത്? മറ്റൊന്നുമല്ല, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഇന്ന് നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, കർത്താവിൻ്റെ നടത്തിപ്പിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ദൈവത്തിൻ്റെ പ്രോമിസിൽ. ഇത് മുഴുവൻ ജീവനുള്ള കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളാണ്. ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും നമ്മുടെ അല്പവിശ്വാസവും വിശ്വാസ ഇല്ലായ്മയും മൂലം നമ്മൾ അസ്വസ്ഥരാകുന്നു, ആകുലചിത്തരാകുന്നു, നമ്മൾ ഭാരപ്പെടുന്നവരാകുന്നു, നമ്മൾ നിരാശിതരും വിഷാദികളുമായി മാറുന്നു. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 14-ാം അധ്യായം 38-ാം വചനത്തിൽ ബാബിലോണിൽ സിംഹക്കുഴിയിൽ കിടന്ന് പ്രവാചകനായ ദാനിയേൽ പ്രാർത്ഥിക്കുന്ന മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ആ വചനം നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. ദാനിയേൽ പറഞ്ഞു, "ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല." ഈ പരിശുദ്ധ വചനത്തിലൂടെ ദൈവത്തിൻ്റെ റൂഹ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? സിംഹക്കുഴിയിൽ കിടന്ന് ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്, "ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു." നമ്മെക്കുറിച്ച് വിചാരമുള്ള ദൈവമാണ് നമ്മുടെ കർത്താവ്. പലപ്പോഴും നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്, എന്നെക്കുറിച്ച് ആർക്കൊരു വിചാരമില്ല, എന്നെ ആർക്കും വേണ്ട, എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയി, ഇപ്പോൾ ആർക്കും എന്നെ പഴയതുപോലെയുള്ള ഒരു കെയറിങ് ഇല്ല, ഞാനൊരു പഴഞ്ചൻ വസ്തുവായി മാറുന്നു എന്നൊക്കെ പലരും അറിയാതെയൊക്കെയോ പരിഭവപ്പെടുന്ന പലപ്പോഴും കേട്ടിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, എപ്പോഴും നമ്മളെക്കുറിച്ച് വിചാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്, നമ്മൾ ഓർമ്മിക്കുന്നവൻ. കർത്താവിൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാനും നിങ്ങളുമാണ്. ദാനിയേൽ പ്രാർത്ഥിക്കുക, "ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു." കർത്താവ് ഒരു നാൾ നമ്മളെ തള്ളിക്കളയുന്നില്ല. കർത്താവ് നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അവിടെ നമ്മളെ പരിത്യജിക്കുകയില്ല. ഈ പ്രോമിസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. നമ്മൾ ഓർമ്മിക്കുന്നൊരു കർത്താവ്, നമ്മെക്കുറിച്ച് വിചാരമുള്ളൊരു ദൈവം, എപ്പോഴും നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ കൃപയോടെ നയിക്കുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവ്. രണ്ടാമതായി ദാവീദ് പറയാണ്, "അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് പരിപാലിക്കുന്നു." കർത്താവെ, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിക്കുകയില്ല. അവരെ ഏത് സാഹചര്യത്തിലും അങ്ങ് പരിപാലിക്കുന്നവനാണ്.
എൻ്റെ സഹോദരങ്ങൾ, വലിയൊരു മെസ്സേജാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്കായി നൽകുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം പരിപാലിക്കുന്നു. ഇത് അവിടുത്തെ വാഗ്ദാനമാണ്. പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 24-ാം വചനത്തിൽ, നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. നമ്മളെ വിളിച്ച കർത്താവ് വാക്കു പറഞ്ഞ് ചതിക്കുന്നൊരു ദൈവമല്ല. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം. അവൻ പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. തൻ്റെ വിശ്വസ്തതയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാ കർത്താവ്. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. എന്തനുസരിച്ച് പ്രവർത്തിക്കും? തൻ്റെ വിശ്വസ്തത അനുസരിച്ച്. സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് ഉറപ്പ് തരുന്ന വചനമാണിത്. നമ്മൾ നിരാശിതരോ വിഷാദികളോ അസ്വസ്ഥപ്പെടുന്നവരോ ആകുലച്ചിതരോ ആകേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ പ്രോമിസിൽ വിശ്വസിക്കുക. എല്ലാവരും ശ്രദ്ധിച്ചേ, കർത്താവിൻ്റെ പ്രോമിസിൽ വിശ്വസിക്കുക. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ചിലപ്പോൾ കഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആഴമേറിയ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സഹനത്തിൻ്റെ തീച്ചൂളുടെ അനുഭവങ്ങൾ ഉണ്ടാകാം. ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ, മാറ്റി നിർത്തപ്പെടുന്ന അനുഭവങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, പല വിധത്തിലുള്ള അവഗണനകൾ. എൻ്റെ സഹോദരങ്ങളെ, എന്ത് തന്നെ വന്നാലും കർത്താവിൻ്റെ പ്രോമിസിൽ വിശ്വസിക്കുക. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ആമേൻ. യെസ്, യു ബിലീവ്. എന്തിലാണ് വിശ്വസിക്കേണ്ടത്? കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ. ആ വാഗ്ദാനം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. നമ്മൾ പ്രകാരം പാടുന്നുണ്ട്, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല. അവൻ ആരാണ്? അവൻ എൻ്റെ യേശു വാക്കുമാറുകില്ല. തൻ്റെ വിശ്വസ്തതയാ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നൊരു കർത്താവ്, നിരന്തരം നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന കർത്താവിൻ്റെ സ്നേഹം. ദാനിയേൽ പറഞ്ഞു, അവിടുത്തെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിക്കുകയില്ല. ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ പ്രൊവിഡൻസ് നമുക്ക് പ്രധാനമായി കാണാൻ കഴിയുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്. അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. 22-ാം അധ്യായത്തിൽ പിതാവായ അബ്രഹാം തൻ്റെ ഏകമകനായ ഇസഹാക്കിനുമായി മോറിയ മലയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ മലമുകളിൽ എത്തുന്നു. തൻ്റെ ഏകമകനെ കർത്താവ് പറഞ്ഞതുപോലെ ബലിയർപ്പിക്കാനായി ഒരുങ്ങുകയാണ്. ആ യാഗപീഠത്തിൽ ഇസഹാക്കിനെ കിടത്തുന്നു. അവനെ ദഹന ബലി അർപ്പിക്കുവാൻ അബ്രഹാം കയ്യിൽ കത്തിയെടുക്കുകയാണ്. തൻ്റെ കുഞ്ഞിൻ്റെ മാറിൽ ആ കത്തി കുത്തി ഇറക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ദൈവം വിളിക്കുകയാണ്, അബ്രഹാം, അബ്രഹാം, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് ഉറപ്പായി. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിപാലന ആർക്കുള്ളതാണ്? അവിടുത്തെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവിൻ്റെ പ്രൊവിഡൻസ് എല്ലാവർക്കും ലഭിക്കില്ല സഹോദരങ്ങളെ. കർത്താവിനെ സ്നേഹിക്കുന്നവർക്കാണ് കർത്താവിൻ്റെ പരിപാലന ലഭിക്കുന്നത്. യെസ്, നീ എന്നെ ഭയപ്പെടുന്നുവെന്ന്, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് അബ്രഹാം എനിക്ക് ഉറപ്പുണ്ട്, നിശ്ചയമുണ്ട്. കർത്താവിനെ സ്നേഹിക്കുന്ന ജീവിതങ്ങളിലാണ് അവിടുത്തെ പ്രൊവിഡൻസ്. കർത്താവിനെ സ്നേഹിക്കുന്ന കുടുംബങ്ങളിലാണ് ദൈവപരിപാലന. കർത്താവിനെ സ്നേഹിക്കുന്ന മിനിസ്ട്രികളിലാണ്, കൂട്ടായ്മകളിലാണ് ആ പരിപാലന അനുഭവിക്കുവാൻ നമുക്കെല്ലാം സാധ്യമാകുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 22:14 വരുമ്പോൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ് സഹോദരങ്ങളെ. നമുക്കേറെ പ്രത്യാശയും ആനന്ദവും തരുന്നൊരു വചനം. കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം, ആ മുൾച്ചെടിയിൽ കൊമ്പിടുക്കിടി കിടക്കുന്ന ആ മുട്ടാടിനെ, നിന്റെ മകൻ ഇസഹാക്കിന് പകരം നീ എനിക്കായി ബലിയർപ്പിക്കുക. കൊമ്പുടക്കി കിടക്കുന്ന മുട്ടാട്, അത് ദൈവം പ്രദാനം ചെയ്തതാണ്. അബ്രഹാമും ഇസഹാക്കും ചേർന്ന് മുട്ടാടിനെ പിടിച്ച് കർത്താവിനായി ബലിയർപ്പിക്കുകയാണ്. ആ സ്ഥലത്തിന് അബ്രഹാം ഇട്ട പേരാണ് യാഹവേ ഈരേ, യഹോവ ജൈറേ, ദ ലോർഡ് വിൽ പ്രൊവൈഡ്. യഹോവ ജൈറേ, യാഹവേ ഈരേ. സഹോദരങ്ങളെ, ആരുടെ ജീവിതത്തിലാണ് യഹോവ ജൈറയായി മാറുന്നത്? അവിടുത്തെ
സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഈ സത്യം നമ്മൾ മറന്നു പോകരുത്. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ 145 സങ്കീർത്തനം 20 വചനം, നിങ്ങൾ ആ വചനം ആവർത്തിച്ച് വായിക്കണം. എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പരിപാലനയുണ്ടാകുന്നു. ഹല്ലേലൂയ! സ്നേഹിക്കുന്നവർക്കാണ് പ്രിവിഡൻസ്. കർത്താവിനെ സ്നേഹിക്കുന്ന ജീവിതങ്ങളിൽ അവിടുത്തെ പരിപാലനയുണ്ടാകുന്നു. എന്താണ് കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്? യോഹന്നാൻ എഴുതിയ 1 ലേഖനം 5 അധ്യായം 3 വചനത്തിൽ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ് അർത്ഥം. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. സ്നേഹമുള്ളവർക്കേ അനുസരിക്കാൻ പറ്റൂ. അനുസരണം ഉണ്ടെങ്കിലേ സ്നേഹിക്കാൻ കഴിയൂ. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഞാൻ ചില അമ്മമാരെ കാണാറുണ്ട്. അമ്മയുടെ വെയിറ്റ് 40 കിലോ. ഈ അമ്മ എടുത്തിരിക്കുന്ന തൻ്റെ കുഞ്ഞിൻ്റെ ഭാരം 20 കിലോ. ഈ 40 കിലോ ഭാരമുള്ള അമ്മ 20 കിലോ ഭാരമുള്ള തൻ്റെ കുഞ്ഞിനെ 10 മിനിറ്റ് അല്ല, അരമണിക്കൂറല്ല, 2 മണിക്കൂർ എടുത്തു നിന്നാലും ആ കുഞ്ഞ് അമ്മയ്ക്ക് ഭാരമല്ല. ഇതെന്ത് സാധനം എന്നും പറഞ്ഞ് ആ കുഞ്ഞിനമ്മ താഴെയുടെ ഒരിക്കലുമില്ല. ഇനി അമ്മ തളർന്നു കുത്തി വീണാലും തൻ്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കരുത് എന്നാണ് അമ്മയുടെ ആഗ്രഹം. എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് അമ്മയ്ക്ക് ഭാരമായി തോന്നാത്തത്? അതിന് പറയുന്ന പേരാണ് വാത്സല്യം, സ്നേഹം. മാതൃത്വത്തിൻ്റെ വലിയ ഒരു പ്രകടനമാണ് വാത്സല്യം. അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം. തൻ്റെ കുഞ്ഞിനെ, അമ്മയ്ക്ക് ക്ഷീണമുണ്ട്, അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, അമ്മയ്ക്ക് പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ആ കുഞ്ഞിനെ അമ്മ ഇങ്ങനെ എടുത്തു പിടിച്ച് നിൽക്കുകയാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞമ്മയ്ക്ക് ഭാരമല്ല. സഹോദരങ്ങളെ, ഈ സത്യമാണ് യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ അനുസരിക്കുക, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുക. ഞാനിങ്ങനെ 10 പ്രാവശ്യം ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ് എന്ന് പറയുന്നതല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് ഒബീഡിയൻസ് ആണ്, അനുസരണമാണ്. കർത്താവിൻ്റെ വചനത്തോടും പ്രമാണങ്ങളോടുമുള്ള അനുസരണമാണ് സ്നേഹമെന്ന് പറയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പരിപാലന ഉണ്ടാവുകയാണ്. പലപ്പോഴും എൻ്റെ വ്യക്തി ജീവിതത്തിൽ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയുടെ ബന്ധത്തിൽ അത്ഭുതകരമായി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. 2020 ജനുവരി 24 കണ്ണൂർ രൂപതയുടെ ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ്. അഭിമന്യ അലക്സ് വടക്കുന്തല പിതാവ്, അതുപോലെ കണ്ണൂർ രൂപതയിലെ ഏതാനും വൈദികരും ആയിരക്കണക്കിന് ദൈവമക്കൾ പങ്കെടുക്കുന്ന പിലാത്തറയിൽ വെച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ വലിയ കൺവെൻഷൻ നടക്കുകയാണ്. ഈ സമയത്ത് ഷെക്കേന ന്യൂസിൻ്റെ ആരംഭ നാളുകളാണ്. ഒരുപാട് പ്രതിസന്ധികൾ, ഒത്തിരിയേറെ ബാധ്യതകൾ, നടുകടലിൽ വട്ടം കറങ്ങുന്നൊരു കളിവഞ്ചി പോലെ ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഇനി എന്താ സംഭവിക്കുന്നത് ഒന്നും അറിയാത്തൊരവസ്ഥ. മാനസികമായും ശാരീരികമായും ഒരുപാട് തളർന്നിരിക്കുന്ന, ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്ന, ആരുമില്ലാത്തൊരവസ്ഥ. ആരോട് പറയാനേ സങ്കടം. കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ, 24 മണിക്കൂർ ന്യൂസും പ്രോഗ്രാമുകളും അത് രൂപപ്പെടുത്തേണ്ടതിൻ്റെ സ്ട്രെസ്, സ്റ്റാഫുകളെ കോർഡിനേറ്റ് ചെയ്യേണ്ടതിൻ്റെ ഭാരം, ഇത് നടത്തിക്കൊണ്ടുപോകാൻ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എന്ന് വേണ്ട ഒരുപാട് പ്രതിസന്ധികൾ നടുവിൽ ആയിരിക്കുന്ന ഒരു ആ സമയത്താണ് കണ്ണൂർ രൂപതയുടെ ബൈബിൾ കൺവെൻഷൻ നടത്തുന്നത്. ഞാനിപ്പോൾ നോക്കുന്നുണ്ട്. ആ കൺവെൻഷൻ 3-ാം ദിവസമാണ്. രാത്രി ഒരു 1 മണിയായിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ കിടപ്പുമുറിയിൽ ആ ബെഡിൽ കിടക്കുകയാണ്. പെട്ടെന്ന് കർത്താവ് എന്നെ തൊട്ടുണർത്തുന്നത് പോലെ, സന്തോഷ് എൻ്റെ മകനെ നീ എഴുന്നേൽക്ക്, മോനെ നീ എഴുന്നേൽക്ക്. കർത്താവ് എന്നെ വിളിച്ചുണർത്തുന്നൊരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ ആ ബെഡിൽ ഉണർന്നെഴുന്നേറ്റ് ഞാൻ എൻ്റെ കിടക്കയിലിരിക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ ഒന്ന് വൈകാരികമായി കിളിപ്പെടുത്താൻ പറയില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ഇടപെട്ടൊരു അനുഭവം, പ്രത്യേകിച്ച് ഷക്കേനയുമായി ബന്ധപ്പെട്ട് ദൈവം ചെയ്ത പ്രവൃത്തി ഇത് പറയുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറയാണ്. ഷക്കേനയെ ഒരുപാട് സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ദൈവമക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സഹോദരങ്ങളെ, ഞാനത് അനുഭവിക്കുകയാണ്. ഞാൻ കിടക്കുന്ന മുറിയിലേക്ക് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വരുന്നു. ആ ഗ്ലോറിയസ് പ്രസൻസ്, കർത്താവിൻ്റെ ഷക്കേന ഗ്ലോറി ആ മുറിയിലേക്ക് ഇറങ്ങി വരുന്നൊരു അനുഭവം ഉണ്ടായി. ഞാൻ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ മുട്ടുകുത്തിയിട്ട് എൻ്റെ കർത്താവേ എന്നും പറഞ്ഞ് കരങ്ങൾ ഉയർത്തി ഞാൻ കർത്താവിനെ വിളിക്കുകയാണ്.
ഈ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് ഭാരങ്ങളുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത. നമ്മളൊരു പാവപ്പെട്ട ശുശ്രൂഷകർ, അന്നു വേണ്ട ആഹാരം കഴിച്ച് വലിയ ബുദ്ധിമുട്ടുകളോ സാമ്പത്തിക പ്രതിസന്ധികളൊന്നും ഇല്ലാതെ നമുക്ക് വേറെ വലിയ ലക്ഷ്യങ്ങളില്ല, ഒത്തിരി വലിയ ആഗ്രഹങ്ങളില്ല. കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണം, അവസാനം വരെ ഈശോയെ കുറിച്ച് പറയണം എന്നൊരൊറ്റ ചിന്തയുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, ആ സമയത്താണ് ഈ ശുശ്രൂഷ ഏൽപ്പിക്കുന്നതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് നൂലാമാലകളും ഞെരുക്കങ്ങളുള്ളൊരു കാലം. ഞാൻ വലിയ ഭാരത്തോടെ വിളിച്ച് എൻ്റെ കർത്താവെ എന്ന് വിളിച്ച സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വ്യക്തമായി കർത്താവിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ഹെബ്രായ പുസ്തകം 10:38 വചനം. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. എൻ്റെ മകനെ, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ഒരു 2-3 പ്രാവശ്യം ഈ പരിശുദ്ധ വചനം റിപ്പീറ്റ് ചെയ്ത് പരിശുദ്ധാത്മാവിനോട് പറയാണ്. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, വിശ്വാസം മൂലം ജീവിക്കും, വിശ്വാസം മൂലം ജീവിക്കും. ഈ ശുശ്രൂഷയുടെ പേര് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെ സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസം വർദ്ധിക്കാനാണ്. കർത്താവിൻ്റെ പരിപാലനയിൽ, സ്നേഹത്തിൽ, കാരുണ്യത്തിൽ, വിശ്വസ്തതയിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. കണ്ണുനീരോടെ ചങ്ക് തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ മക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, കുടുംബത്തിന് വിശ്വാസം വർദ്ധിപ്പിക്കണമേ. യെസ്, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ട സമയമാണ് സഹോദരങ്ങളെ. പരിശുദ്ധാത്മ പറഞ്ഞു, എൻ്റെ മകനെ, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ഈ സമയത്ത് ഷെക്കേനയുടെ നടത്തിപ്പിന് വേണ്ടി ചില നല്ല നല്ല പരസ്യങ്ങളൊക്കെ സ്വീകരിക്കാം എന്നുള്ള ധാരണയൊക്കെ വരുന്ന സമയം എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് കർത്താവിൻ്റെ ചാനലാണ്. കർത്താവിൻ്റെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ, കർത്താവിൻ്റെ ശബ്ദം പൊതുസമൂഹത്തെ കേൾപ്പിക്കുവാൻ സ്വർഗം ഒരുക്കി തന്നിരിക്കുന്ന കർത്താവിൻ്റെ സ്വന്തം ചാനലാണ് ഷെക്കേന ന്യൂസ്. എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ കൂടെയുള്ള സഹോദരങ്ങൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അസ്വസ്ഥപ്പെടണ്ട, നമുക്ക് കോടികളെ ബാധ്യതയുണ്ട്, ഒരുപാട് ഞെരുക്കങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, സഹനങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിലും നമ്മെ പരിപാലിക്കുവാൻ, ഈ മാധ്യമ ശുശ്രൂഷയെ കരം പിടിച്ച് നയിക്കുവാൻ, ജനലക്ഷങ്ങൾക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്നവനാണ് കർത്താവ്. സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ പ്രോമിസിൽ വിശ്വസിക്കാം, കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കാം. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നുള്ള മാറ്റമില്ലാത്ത വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുക്കുകയാണ്. ഒരു പരസ്യം വേണ്ട. എന്തൊക്കെ പ്രശ്നങ്ങൾ, ഞെരുക്കങ്ങൾ വന്നാലും ഈ ശുശ്രൂഷ കർത്താവ് പരിപാലിക്കും. ഇത് കർത്താവിൻ്റെ ശുശ്രൂഷയാണ്. കർത്താവ് ഇത് ഏറ്റെടുത്തോളും. എൻ്റെ സഹോദരങ്ങളെ, കൊല്ലം 5 വർഷം കഴിഞ്ഞു. ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകൾക്ക് ഒത്തിരി ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആ വലിയ കൊടിയ ബാധ്യതയിൽ നിന്ന് കർത്താവ് കരകയറ്റി. ഇന്ന് എത്ര അത്ഭുതകരമായി ദൈവം പരിപാലിച്ചു. എത്രയോ കൃപയോടെ കർത്താവ് വഴി നടത്തി. എത്രയോ മഹത്വത്തോടെ തന്നെ വിശ്വസ്തത കർത്താവ് വെളിവാക്കി തന്നു. എൻ്റെ സഹോദരങ്ങളെ, ആശങ്കപ്പെടരുത്. പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളുണ്ട്, ഒരുപാട് ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമായി വേദനിക്കുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുവെന്ന് എനിക്കറിയാം. സ്പിരിറ്റ് എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നീ ആകുലപ്പെടണ്ട, നീ പരിഭ്രമിക്കേണ്ട, നീ അസ്വസ്ഥപ്പെടേണ്ട. നിന്നെ ഓർക്കുന്ന, നിന്നെക്കുറിച്ച് വിചാരമുള്ള കർത്താവ് നിന്റെ കൂടെയുണ്ട്. സ്നേഹിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്തവൻ, നമ്മൾ ദിനംതോറും പരിപാലിക്കുന്നവൻ. ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനെ സമർപ്പിക്കാം. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള ശുശ്രൂഷയോർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, അവിടെ തലമുറകൾ അനുഗ്രഹിക്കട്ടെ. ഒപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ കർത്താവിൻ്റെ നിരന്തരമായ അനുഗ്രഹവും പരിപാലനയും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.